ആയിരങ്ങൾക്ക് വ്യക്തിത്വ വികസനത്തിന് വഴികാട്ടിയായ പ്രമുഖ മാധ്യമ പ്രവർത്തകനും കാർട്ടൂണിസ്റ്റും വ്യക്തിത്വ പരിശീലകനുമായ ശ്രീ ജോഷി ജോർജ്. സ്വാഗതം സർ. പ്ലീസ് ബി സീറ്റഡ്. അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നു 20 വർഷത്തിന് ശേഷം അണ്ടർ-17 ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യൻ ടീമിൽ ഗോൾ വലക്കാത്ത എറണാകുളത്തിന്റെ സ്വന്തം അഭിമാനം തമീന ഫാത്തിമ. വെൽക്കം തമീന. പ്ലീസ് ബി സീറ്റഡ്. സ്വാഗതം ചെയ്യുന്നു. IIT ബോംബെയിൽ നിന്നും പഠനം പൂർത്തിയാക്കി യുസി പരീക്ഷയിൽ 78ാം റാങ്കോടെ ഡിസൈനിംഗ് ലോകത്ത് വിസ്മയം തീർക്കുന്ന പ്രോഡക്റ്റ് ഡിസൈനർ അഹമ്മദ് താഹ ഹുസൈൻ. വെൽക്കം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം അമേരിക്കയിലെ പ്രശസ്തമായ വില്യം ആൻഡ് മേരി സർവകലാശാലയിൽ പൂർണ്ണ ഫെലോഷിപ്പോടെ ഗവേഷണം ചെയ്യാൻ ഒരുങ്ങുന്ന MES കല്ലടി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്റ്റർ അൽതാഫ് ഹുസൈൻ. വെൽക്കം അൽതാഫ്. ഒപ്പം പുതിയ കാലത്തെ നിയമരംഗത്തെ കരിയർ സാധ്യതകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ബോബി തോമസ്. അദ്ദേഹത്തെ കൂടെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ, പ്ലീസ് ബി സീറ്റഡ്. So now it's time for the panel discussion. അഞ്ചുപേരെയും ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ എക്സ്പീരിയൻസ് കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഏറ്റവും ആദ്യം ജോഷി സാറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു വ്യക്തിത്വ പരിശീലകനാണ്. സക്സസ് പിരമിഡ് അതെന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം സർ. സക്സസ് പിരമിഡ് നമ്മൾ ഓരോരുത്തരും കോടാനുകോടി ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇവർ ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ കഴിവുകളുള്ളവർ. ആ കഴിവ് കണ്ടെത്തി അവരെ ആ മേഖലയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള സ്ഥാപനമാണ് സക്സസ് പിരമിഡ്. അപ്പോൾ കുറേയധികം യങ്സ്റ്റേഴ്സ് പല പ്രശ്നങ്ങളുമായിട്ട് സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. സാറിന് ഏറ്റവും കൂടുതൽ അവരിൽ നിന്ന് കിട്ടുന്ന അവർ പറയുന്ന ഒരു പ്രശ്നം എന്താണ്? പലപ്പോഴും ഏത് മേഖലയിലേക്ക് പോകണമെന്ന് ഒരു ലക്ഷ്യമില്ലാതെ നാൽക്കവലയിൽ നിന്ന് കുറച്ചുനാൾ അതിന് പോകും, കുറച്ചുനാൾ അതിന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും വിജയിക്കാം. പക്ഷെ നന്നായി വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് വന്നു. അതിനുശേഷം ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ആണ് നിങ്ങളുടേതായ ആ യുണീക്ക് ആയിട്ടുള്ള കഴിവ്. ആ ഏറ്റവും നന്നായി ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പാട്ടുകാരൻ യേശുദാസിനെ കണ്ടുപിടിച്ചു, മോഹൻലാൽ കണ്ടുപിടിച്ചു, അതിൽ നിങ്ങൾ വിജയിച്ചവരുടെ മുതലാണ് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളിൽ ഓരോരുത്തരും ആ കഴിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അമ്മയോ അച്ഛനോ ടീച്ചർമാരോ ആരെങ്കിലും കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കും. പലപ്പോഴും പ്രോത്സാഹനമല്ല കിട്ടുന്നതാണ്. നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വിലക്കുകൾ കിട്ടും. ഒരു തമാശ പറയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ശരാശരി മലയാളി ജീവിച്ചിരിക്കുന്നത് 30,000 ദിവസം. എന്നാൽ ഒരു കുട്ടി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, കൗമാരപ്രായം കഴിയുമ്പോഴേക്കും ഒരു 40,000 വിലക്കുകൾ കിട്ടുന്നു. ഈ വിലക്കുകൾ പൊട്ടിച്ചു പോകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. സർ, അതിന് എന്ത് ട്രിക്കാണ് ഈ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന യങ്സ്റ്റേഴ്സിന് സാറിന് എന്ത് ട്രിക്കാണ് കൊടുക്കാൻ? അതിന് ഇത്രേ ഉള്ളൂ, നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് പോകും. അതിപ്പോൾ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നതാണ്. അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടുള്ള അങ്ങനെ കോടീശ്വരന്മാരായിട്ടുള്ള ഒരാളുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് 2005 ഒരു മുസൽമാൻ മുഹമ്മദ്, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അവിടെ ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ കൂടെ, അതായത് മദ്രാസിൽ നിന്ന് വന്ന് ജോലിയൊന്നുമില്ലാതെ കപ്പലണ്ടി കച്ചവടക്കാരനെ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ഒന്നുകൊണ്ടേ കയറ്റിയത്. പിന്നീട് ഇദ്ദേഹം ഒരു കട തുടങ്ങി. അദ്ദേഹം 70ാമത്തെ വയസ്സിൽ 70 പേർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഭൂമി ദാനം ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ, പത്രക്കാർ ചോദിച്ചു പറഞ്ഞ റീസൺ ഇതാണ്: ഞാൻ ഒന്നുമില്ലാതെ ഈ കൊല്ലത്തേക്ക് വന്നത്, എന്നെ ഇത്ര സമ്പന്നനാക്കിയത് കൊല്ലം നിവാസികളാണ്. അതുകൊണ്ട് കൊല്ലം നിവാസികൾക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഈ 70 സെന്റിന്റെ ആധാരം പഞ്ചായത്തിൽ കൊണ്ടുപോകും. ഓക്കെ. സോ ഇനി ഞാൻ വരുന്നത് തമീന ഫാത്തിമയിലേക്കാണ്. 20 വർഷത്തിന് ശേഷം നമ്മുടെ ഇന്ത്യൻ അണ്ടർ-17 ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടിയ മിടുക്കിയാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മനസ്സിലാവുന്നു. 10ാം ക്ലാസ്സും ഈ ഒരു സ്പോർട്സും എങ്ങനെയാണ് ഒരുമിച്ച് ഇതിന് രണ്ടിനും കൊണ്ടുപോകുന്നത്? എൻ്റെ പേര് തമീന, ഇപ്പോൾ 15 വയസ്സുള്ളൂ. It's all about mindset. There's no age limit.
പ്രായമായ ആൾക്കാരെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാർക്ക് സീന മിസ്സിനെ അറിയാവുന്നല്ലോ. ഇവിടെ ഫുട്ബോൾ സ്ഥലം സ്പോർട്സ് ഷീന സീന 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 എവിടെ ഒറ്റ കാര്യം പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്റ്റഡീസ് ആണ് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുക, സ്പോർട്സ് ആണ് സ്പോർട്സിൽ ഫോക്കസ് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബാലൻസ്ഡാണ്. ഞാൻ ഇന്ത്യ കളിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് ഏഷ്യൻ കപ്പ് കളിച്ചത്. അപ്പോൾ ദർ ഇസ് മോർ സ്ട്രഗിൾസ്, ഹാർഡ് വർക്ക്സ് ബിഹൈൻഡ് ഓഫ് സക്സസ്. എനിക്കറിയില്ല, കാരണം ആ ടൈമിൽ ഞാൻ ഫുട്ബോൾ ആ ഒരു മൈൻഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റഡീസിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു ഇന്ത്യ കളിക്കില്ലായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം അതിനുള്ള ഒരു ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ദിവസം അതിനുള്ള റിസൾട്ട് വരും, അത് ഷുവറാണ്. ഏത് പ്രായത്തിലാണ് ഈ ഫുട്ബോളിനോട് ഒരു ഇഷ്ടമൊക്കെ തുടങ്ങുന്നത്? UKG തൊട്ട് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാ? ക്രിസ്ത്യാനോ ഫാൻസ് ഉണ്ടോ ഈ കൂട്ടത്തില്? ആരുമില്ലേ? ഒരാളുണ്ട്. ബാക്കിയെല്ലാവരും മെസ്സി ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? ശരി. അപ്പോൾ UKG തൊട്ടേ ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ ഫുട്ബോൾ കണ്ട് അന്ന് തൊട്ടേ ഇഷ്ടമാണ്. എങ്ങനെയാണ് പരിശീലനമൊക്കെ? പരിശീലനം എന്ന് പറയുമ്പോൾ സ്റ്റിൽ എനിക്കിപ്പോൾ ഒരു ക്ലബ്ബ് പോലുമില്ല. ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ നീ പെണ്ണാണ് അത് ചെയ്ത് ഷോർട്സ് ഇടത്ത് ഞാൻ ഒരു മാർക്കാണ് നിങ്ങളൊക്കെ ആരെൻ്റെ കാര്യം മൈൻഡാക്കിയില്ല. ബട്ട് ഇപ്പോൾ ആ പറഞ്ഞ ആൾക്കാരാണ് എന്നെ ഇപ്പോൾ ഞാൻ ഇന്ത്യ കളിച്ച് വന്നപ്പോൾ എന്നെ സ്വീകരണം തന്നത്. കാരണം ഞാൻ താമസിക്കുന്നതോട് അടുത്താണ് എന്നെ കുറ്റമാണ് ആൾക്കാരെ. അപ്പോൾ നിങ്ങൾ ചെയ്യണതിന് നാണം തോന്നിക്കരുത് ഒരിക്കലും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണുണ്ടോ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ, ഇപ്പോൾ പഠിക്കുന്നില്ല, അത് നല്ല കാര്യമാണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ നോക്കണ്ട. നിങ്ങൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരൊക്കെ നിങ്ങളുടെ പുറകെ വരും. സോ ഞാൻ വന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കോച്ച് ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ക്ലബ്ബ് ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് കയറി ഇപ്പോൾ ഇന്ത്യ കളിച്ചത് ഇവിടെ കൂട്ടത്തിൽ ഞാൻ മാത്രം കേരളത്തിൽ. സോ ഹാപ്പി വിത്ത് പറയാൻ ചോദിക്കുന്ന ശരിയാണെന്ന് പറയുന്നാൽ പോലും ഈ പെൺകുട്ടികൾ എസ്പെഷ്യലി പ്രത്യേകിച്ച് ഈ സ്പോർട്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ആളുകളുടെ ഇടയിലുള്ള ഒരു അപ്രോച്ചിനും കുറച്ചൊരു വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മെൻസ് ടീമിനാണ്. എല്ലാവരും ഇപ്പോൾ ഈ ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മെൻസ് ടീമാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിക്കുന്ന ഏറ്റവും കൂടുതൽ സക്സസ് ആണ് വുമൻസ് ടീമാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സ്റ്റിൽ ഇപ്പോൾ ഈ ഏഷ്യൻ കപ്പ് ക്വാളിഫൈ ചെയ്തത് ഇപ്പോൾ ഗേൾസ് ടീമാണ്, വുമൻസ് ടീമാണ്. ദർ ഇസ് നോ ജെൻഡർ അവിടെ ഒന്നുമില്ല. അവിടെ ഹൂ ഇസ് ഡൂയിങ് അത് മാത്രമേ ഉള്ളൂ. ആരത് ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് അതാണ്. അല്ലാണ്ട് അവിടെ ആണ് പെണ്ണ് ജസ്റ്റ് ബി ഈക്വൽ. യെസ്, വണ്ടർഫുൾ. അടുത്തത് ചോദിക്കാനുള്ളത് അഹമ്മദ് താഹ ഹുസൈൻ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IIT ബോംബെയിൽ നിന്നും BDES അല്ലേ, പ്രോജക്ട് ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ IIT ബോംബെസ് അല്ലെങ്കിൽ IITs NITs ഒക്കെ BTech കോഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. BDES ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവിടേക്കുള്ള പ്രവേശന പരീക്ഷയാണ് UCED അല്ലേ, UCED. അതിൽ 78ാം റാങ്ക് നേടിയ മിടുക്കനാണ്. ഒരു നല്ല കൈയ്യടി അതിന് ആദ്യമുണ്ട്. എങ്ങനെയാണ് BTechന്, അതായത് പാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് BDES എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അറിയുന്നത്? സോ ഞാൻ 10ാം ക്ലാസ് തൊട്ട് ബ്രില്യൻ്റ് അറിയാവുന്ന കുറേ പേരുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബ്രില്യൻ്റിൽ ഞാൻ 10ാം ക്ലാസ് തൊട്ട് ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ +1 +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിച്ചത്. ഞാൻ നമുക്കൊരു നോട്ടീസ് പോലെ ഉണ്ട്, UCED എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. UCED എന്നുള്ള പരീക്ഷ ഡിസൈന് പഠിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഉണ്ട്. അപ്പോൾ ആ നോട്ടീസ് ഒന്ന് ഞാൻ നോക്കിയപ്പോൾ എന്താ വലിയ സ്കോപ്പ് ഇല്ലാത്ത സാധനമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു നോക്കാം, ഇത് എന്തായാലും വന്നതല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇതുവരെ ചോദിക്കാത്ത, നമ്മൾ യൂഷ്വലി പരീക്ഷ എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിനൊരു 3 പോയിന്റ് 5 പോയിന്റ് എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ ഇതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അല്ല വളരെ വ്യത്യാസമുള്ള, അതായത് ഇതൊരു ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മള് ഒരു തവള ചാടുന്ന ഒരു പടം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, തവള ചാടുന്നു, അത് പൊങ്ങുന്നതിന് വേറൊരു ഇമേജ്, പിന്നെ താഴെ വീഴുന്നു. ഓക്കെ, അപ്പൊ ഈ 4 ഇമേജിൽ ഒരു ഇമേജ് മിസ്സിംഗ് ആണ്. ഈ ഇമേജ്
ഏതായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ ബാലരമയിലൊക്കെ കാണുന്ന കുറേയുള്ള ഡിഫറൻസുകളൊക്കെ ഏതാണെന്ന് പറഞ്ഞ ടൈപ്പുള്ള പസിൽസ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത് UC ചോദിക്കുന്നത്. അപ്പൊ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീണു. ഞാൻ ആക്ച്വലി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കോഴ്സ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കോഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ അറിഞ്ഞപ്പോഴാണ് IIT ബോംബെയിലും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, അതിന് വേണ്ടി എല്ലാ IITസിലും ഇല്ല. ഇത് ആക്ച്വലി ഒരു 5-6 IITകൾക്ക് മാത്രമേ ഈ ഒരു BDS പ്രോഗ്രാം ഉള്ളൂ. ബോംബെ ബീങ് ദ ഓൾഡസ്റ്റ്, പിന്നെ IIT ഗുവാഹട്ടിയിലുണ്ട്, IIT ഡൽഹിയിലുണ്ട്, IIT ജബൽപൂരിലുണ്ട്, അങ്ങനെ കുറെ ഒട്ടനവധി ഏരിയകളിൽ എന്തുണ്ട് ഡിസൈൻ കോഴ്സ് ഉണ്ട്. ഡിസൈൻ കോഴ്സ് IITകൾ മാത്രമല്ല, ഇതിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ത് NIFT എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ ഡിസൈൻ കോഴ്സ്, ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും ഡിസൈൻ. കമ്പ്യൂട്ടർ സയൻസ് ഈ വിഷയങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ BDSന്? ഇല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തല്ല ഡയറക്റ്റ് ഇതിപ്പോ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള ഒരു സാധനവും എന്തില്ല, അതിലില്ല. അതിന് പകരം എന്താണ് ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു വെള്ളക്കുപ്പി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെള്ളക്കുപ്പി, ഈ വെള്ളക്കുപ്പി ഒരാൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരാൾ എങ്ങനെയായിരിക്കും പിടിക്കുക, ഇതിന് ഗ്രിപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രിപ്പ് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇത് എവിടെ വെക്കും, ഇത് എവിടെ ഇരിക്കും, ഇത് ആളെങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്, പിന്നെ ഇത് ഹീറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫ്ലാസ്ക് രൂപത്തിലും വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ സാധനങ്ങൾ ഒരു കസ്റ്റമറിന് നമുക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കാമെന്നാണ് നമ്മൾ ഡിസൈനകത്തൂടെ പഠിക്കുന്നത്. ഈ ഒരു ഫണ്ടമെന്റൽ സാധനമാണ് മൊത്തത്തിൽ നമ്മൾ എസ്പെഷ്യലി IIT ബോംബെയിൽ കോറായിട്ട് നമ്മൾ വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരുന്നത്. അതാണ് ഒരു ചോദ്യം കൂടെ. നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഡിസൈനിങ് എപ്പോഴെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീപ്ലേസ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ നമ്മൾ കുറെ എന്താണ് ജെമിനൈ ആണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ക്ലോഡ് ഡിസൈനർ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും അത് ഏക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് വന്നേക്കാം. പക്ഷെ ഒരു കസ്റ്റമറിന് അത് വൃത്തിയായിട്ട് അറിയാതെ അതിന് വാല്യൂ കൊടുത്തോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഹ്യൂമൻ ടച്ച് കൊണ്ടുവരാൻ ഏക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല. അതിന് പെട്ടെന്ന് സാധിക്കാനും പോകത്തുമില്ല. അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു സാധനമാണ് എന്ത് ചെയ്യുക. പക്ഷെ ആ ഒരു ഐഡിയ കൊണ്ടുവരാൻ, ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി നല്ലൊരു ഐഡിയ കൊണ്ടുവരാൻ ഉള്ള കഴിവ് ഏക്ക് ഇപ്പൊ ഇല്ല, ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് ഉള്ള ഒരു എക്സിസ്റ്റിംഗ് സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് എന്താണ് ഇപ്പൊ ഡിസൈൻ, അതുകൊണ്ടാണ് ഡിസൈൻ ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ള കരിയറായി മാറുന്നത്. ഓക്കെ, പറയാം. ഇത് കണ്ടുകൊണ്ട് നാളെ നിങ്ങൾ ഓരോരുത്തരും ഡിസൈനർ ആയിട്ട് പോയിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അമ്മയുടെ വയറ്റിൽ ഗുരുവായി 19ാമത്തെ ദിവസം ജീവന്റെ തുടിപ്പ് തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ നിങ്ങളുടെ തലയിലേക്ക് കയറിയിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ വേഗം ലക്ഷ്യത്തോട് നീങ്ങി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാതിരിക്കില്ല. അതിന് യാതൊരു സംശയവുമില്ല. താങ്ക് യു. കമ്മിങ് ടു അൽതാഫ് ഹുസൈൻ വെട്ടത്തൂർ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഇപ്പോൾ PhD കാൻഡിഡേറ്റ് ആണ് വില്യം ആൻഡ് മേരി സർവകലാശാല. കൊമേഴ്സ് അധ്യാപകനാണ് അല്ലേ? പക്ഷേ PhD ചെയ്യാൻ പോകുന്നത് കൾച്ചറൽ ആന്ത്രോപോളജിയിലാണ്. ഈ എന്താണ് രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകൾ? വ്യത്യസ്ത സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BCom ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം എനിക്ക് 3 PG ഉണ്ട്. അതായത് സോഷ്യോളജിയിലുണ്ട്, അതുപോലെ MCom ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡി ഉണ്ട്. ഞാൻ ഈ 3 PGയിലേക്ക് പോകാനുള്ള കാരണം ഈ വരുന്ന കാലഘട്ടത്തിൽ ഇനി ഒരിക്കലും നമുക്ക് ഒറ്റ ഫീൽഡിൽ നിന്ന് റിസർച്ചിലേക്ക് പോവുക എന്നത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടി ഡിസിപ്ലിൻ ആയിട്ടുള്ള 2 ഡിസിപ്ലിൻ എടുക്കുക, അതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഡിസിപ്ലിനിലേക്ക് പോവാം. പുതിയ സ്കൂൾ ഓഫ് തോട്ട്സിനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ സോഷ്യോളജിയും അതുപോലെ കൊമേഴ്സും എടുത്തത്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൾഫ് റെമിറ്റൻസും ഹൗസ് ഹോൾഡ് ഫൈനാൻസും. അതായത് കിൻഷിപ്പിനെയും അതുപോലത്തെ ഫൈനാൻസിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടൊരു പുതിയ റിസർച്ച് ഏരിയയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ എന്ത് ചെയ്തത് 2-3 PG എടുത്തത്. പലരും ചോദിക്കും 2-3 PG എന്തിനാണ്, ഒരു PG പോയത് സമയം കളയണ്ടല്ലോ എന്ന് ചോദിക്കും.
നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അതിനു വേണ്ടി എടുക്കുന്നതാണ്. ഇപ്പോഴത്തെ കരിക്കുലം അനുസരിച്ച് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമുക്ക് PhD ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? അതെ, ഞാൻ ആദ്യം നോക്കിയിരുന്നത്, എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ആണ്. അത് ആദ്യം നോക്കിയിരുന്നത് നമ്മുടെ നാട്ടിൽ IIT-കളോ IIM-ലൊക്കെ PhD ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടെ നമ്മൾ നോക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു PhD ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 35,000-40,000 രൂപയാണ്. അതേസമയം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ അന്വേഷിക്കുന്ന സമയത്താണ്, അവിടെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ പ്രൊഫസർമാരും ജസ്റ്റ് ഒരു ഡിസിപ്ലിനിലുള്ള ആളല്ല. ഞാൻ ബേസിക്കലി പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൾച്ചറൽ ആന്ത്രപ്പോളജി ആണെങ്കിലും ഞാൻ എൻ്റെ ടോപ്പിക് വരുന്നത് എക്കണോമിക് ആന്ത്രപ്പോളജിയാണ്. സോ അവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡിവിജ്വലി ചെയ്യുന്ന പ്രൊഫസറാണ് അവിടെ ഉള്ളത്. സോ ഇതിലേക്ക് എത്തുന്നത് തന്നെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ആൻഡ്രോയിറ്റ് എന്ന് പറയുന്ന പ്രൊഫസറാണ്. ഈ പ്രൊഫസർ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യും, നമ്മളിലേക്ക് എത്തും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാം. ഒരു ചോദ്യം കൂടെ, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഡിഗ്രി അല്ലെങ്കിൽ PG, ഇനി അതുപോലെ പോസ്റ്റ് ഡോക് ഓപ്ഷൻസ് ഒക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് PhD ചെയ്താൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ വില്യം ആൻഡ് മേരി യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്യാൻ പോകുന്നത്. പുറത്തുള്ള രാജ്യങ്ങളിൽ PhD ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, അതിനെക്കുറിച്ച് കൂടെ പറയും. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവരും പോകുന്ന കേൾക്കാറ് ഒന്നല്ലെങ്കിൽ പോസ്റ്റ് ഡോക്കിനാണ്, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സിനാണ്. മാസ്റ്റേഴ്സ് പോകുന്ന പലരും അവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോകാറുള്ളത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്ത് PhD-ക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ PG-യുടെ ആവശ്യമില്ല. നമുക്ക് UG കഴിഞ്ഞ ആളുകൾക്ക് ഡയറക്റ്റായിട്ട് PhD-ക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് 2 വർഷം കോഴ്സ് വർക്ക് ആയിരിക്കും, അതായിട്ട് അവർ PG ആയിട്ട് അവർ കൺസിഡർ ചെയ്യാം. ഞാൻ പോകുന്ന PhD പോലും അങ്ങനത്തെ ആണെങ്കിൽ PG ഉള്ളതുകൊണ്ട് PG കോഴ്സ് വർക്ക് ടൈം കുറയുന്നത് മാത്രം ഉള്ള ഉപകാരം. PhD എന്ന് പറയുന്നത് ഫുള്ളി ഫണ്ടഡ് PhD പ്രധാനമായിട്ടും വരുന്നത് US-ലാണ്. US-ലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളിലും PhD ഫുള്ളി ഫണ്ടഡ് ആണ്. അതായത് എനിക്ക് കിട്ടാൻ പോകുന്നത് തന്നെ 3.5 നമ്മുടെ നാട്ടിലത്തെ പൈസ നോക്കുമ്പോൾ, അത് യൂണിവേഴ്സിറ്റിയിലെ സിലിക്കൺ വാലി സൈഡിലേക്കൊക്കെ ആകുമ്പോൾ 6 CR 7 CR ഒക്കെ ആവും. അപ്പോൾ നമ്മുടെ ഏരിയാസിനനുസരിച്ച് മാറും. അതുപോലെ തന്നെ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റികളുണ്ട്, കൊറിയയിലുള്ള ചില യൂണിവേഴ്സിറ്റികളുണ്ട്, നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റികളിൽ. ഇപ്പോൾ നിലവിൽ ഗൾഫ് ഏരിയാസിലെ കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhD-കൾ അവരവിടെ. നമ്മൾ അതിന് ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് മെയിൽ ത്രൂ ആണ് അവരെ കോൺടാക്ട് ചെയ്യുക. ആദ്യം നമ്മുടെ ഏരിയ ഏതാണെന്നുള്ളത് കണ്ടെത്തുക, ആ ഏരിയയിലുള്ള പ്രൊഫസർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് വേണ്ടത്. എത്തുന്ന രീതി എന്ന് പറയുന്നത് ഓരോ പ്രൊഫസർമാരെയും നമ്മൾ വെബ്സൈറ്റ് എടുക്കുന്നു, ആ വെബ്സൈറ്റിലുള്ള പ്രൊഫസർമാർ നമ്മുടെ ഏരിയ നോക്കുക, അത് കറക്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ നമ്മുടെ ഏരിയയും അവരുടെ ഏരിയയും കണക്ട് ആക്കിയിട്ട് ഒരു മെയിൽ അയക്കുക. അതിൽ കൂടെ റൈറ്റിംഗ് സാമ്പിൾ, നമ്മുടെ മുമ്പത്തെ റിസർച്ച് വർക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റുകളോ ഉണ്ടെങ്കിൽ അയക്കുക. ആ രീതിയാണ് നമ്മൾ പൊതുവേ ചെയ്യുക. ടൈം കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. Thank you very much. And now moving on to Advocate Bobby Thomas. അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ്, ക്രിമിനൽ ലോയറാണ്. സർ, നിയമ പഠനം എന്നത് ഇന്നത്തെ കാലത്ത് കോടതി മുറികളിൽ നിന്ന് പുറത്തേക്ക് കോർപ്പറേറ്റ് അല്ലെങ്കിൽ സൈബർ ആ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, തോക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ, ഒരു നാണവുമില്ലാതെ തോക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഈ ലോ. ഞാൻ ചെയ്ത 50% കേസുകൾ ഞാൻ നോക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു കക്ഷിയുണ്ടായിരുന്നു, ഒരു ടീച്ചറാണ്. അപ്പോൾ അവൻ്റെ ഈ കേറ്ററ്റ് സെറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വന്നു. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു, എങ്ങനെയാണ് സാറേ ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പല്ല, 50% ഞാൻ ഉറപ്പ് തരത്തുള്ളൂ. അപ്പോൾ ടീച്ചർ വാപ്പയുടെ വിഷമമായി. അല്ല സാറേ എങ്ങനെ? ഞാൻ 50% കേസ് ജയിക്കാൻ സാധ്യതയുള്ളൂ. കേസ് ടീച്ചറിന് പറയാൻ വക്കീലിനെ വേണമെങ്കിൽ ഏൽപ്പിക്കാം, പക്ഷെ 50% എനിക്കൊരു ഇത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണല്ല ഞാൻ അത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു രീതിക്ക് മുതൽ തോറ്റു തുടങ്ങിയതാണ്. പിന്നെ അതുകൊണ്ട് സമാധാനത്തോടെ തോക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ നിയമപഠനം നമ്മളെ സഹായിക്കും. അതിനകത്ത് ഈ തോൽവി ജയം എന്നുള്ളതല്ല നിയമപഠനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നൊരു കാര്യം. നിയമപഠനം, ഒരു വക്കീൽ എന്ന് പറയുന്നത് അയാളെ കോടതിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിയമം അറിയാൻ പറ്റാത്ത ആളല്ലല്ലോ ജഡ്ജി, നിയമം അറിയാൻ പറ്റാത്ത ആളല്ലല്ലോ നിങ്ങളെല്ലാം. ഇപ്പം പിന്നെ ഇതൊക്കെ നോക്കിയാൽ, നെറ്റൊക്കെ നോക്കിയാൽ എന്നെയൊക്കെ നന്നായിട്ട് പിന്നെ IPC-യും CPC-യും ഒക്കെ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റും. ഞാൻ ജയിക്കാത്ത പല CPC-യും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെറ്റ് നോക്കിയാൽ മതി, നന്നായിട്ട് ആർഗ്യൂ ചെയ്യും. എന്നോട് പല കക്ഷികളും പറയും, സാറേ ആർട്ടിക്കിൾ 14 ചേർക്ക് സാറേ എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് നമ്മൾ അടിച്ചിടുന്ന സാധനം. അപ്പം നമ്മളത് പറയും, ശരി അതിൻ്റെ ആവശ്യമില്ല,
എന്താ പറയുക, ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു പുതിയ പല ടേമുകളും വരുന്നുണ്ട്. ഇപ്പോൾ സൈബർ ലോ, കോർപ്പറേറ്റ് ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ഉദാഹരണം പറയാം. ഞങ്ങളുടെ വീട്ടിലെ വേദപുസ്തകം പോലെ ഈ ഭരണഘടന, വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും തുറക്കത്തില്ല. അതിനകത്താണ് ഞങ്ങളുടെ വല്യമ്മച്ചി ഇത് വെച്ചേക്കുന്നത്, കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല് ഒക്കെ. കാരണം എന്താ, ആരും എടുക്കാത്തതുകൊണ്ട് അതവിടെ ഭദ്രമായിട്ട് ഇരുന്നോളും. അതേ സമയത്ത് ജീവിതത്തിൽ ആവശ്യം വരുന്ന പള്ളിയിൽ പോകുന്ന ആൾക്കാർക്കുള്ള പുസ്തകമുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ പെസഹ വ്യാഴാഴ്ച പെസഹ ക്രമമുണ്ട്, ദുഃഖവെള്ളിയാണെങ്കിൽ അതിൻ്റെ ക്രമമുണ്ട്, കല്യാണത്തിൻ്റെ പുസ്തകമുണ്ട്. ഇങ്ങനെ 100 കൂട്ടം പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ ബുക്കുകളുണ്ട്. അതൊന്നും ഈ വേദപുസ്തകം കൊണ്ടുപോകണ്ട, വേദപുസ്തകം വീട്ടിൽ ഇരുന്നാൽ മതി. അപ്പം എന്ന് പറയുന്നതാണ് ഭരണഘടന. അപ്പം ഈ പെസഹ ആഴ്ചയിൽ കൊണ്ടുപോകുന്ന പുസ്തകം എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ വേദപുസ്തകമാണ് പവർ കൊടുക്കുന്നത് ഈ സാധനം ഉണ്ടാക്കാൻ. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പവറിൽ നിന്ന് ഉണ്ടാക്കുന്ന നിയമങ്ങൾ വെച്ചിട്ട് വരുന്നതാണ് ഈ നിയമങ്ങളെല്ലാം. അപ്പോൾ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നതിനകത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാം എന്താണ്, നേരത്തെ തന്നെ ഇവിടെ ഉള്ള ഇപ്പം കോർപ്പറേറ്റിനകത്ത് ചീറ്റിംഗ്, ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചീറ്റിംഗ് എന്ന് പറയുന്നത് പഴയ IPC-യിലെ 420 ആണ്. അതിനെ കോർപ്പറേറ്റിൽ എങ്ങനെ മനുഷ്യൻ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ടേംസ് കൊടുക്കും. അപ്പം ബേസിക്കലി നമ്മൾ നിയമം പഠിക്കുന്നു, ആ നിയമം നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു. അത് ഒരു പ്രത്യേക മേഖലയിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട നിയമത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് ആ പേരിൽ അത് പഠിക്കുന്നു. ഫാമിലി ഡിവോഴ്സ് നടത്താൻ പോകുന്ന ആൾക്കാർ, കാരണം ഞങ്ങൾ കല്യാണം നടത്താറില്ല, ഡിവോഴ്സ് മാത്രമേ നടത്താറുള്ളൂ. അപ്പം ഡിവോഴ്സ് നടത്താൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഫാമിലി ലോയിൽ അതുകൂടെയും വരും. ഭാര്യ ഭർത്താവിനെ തല്ലി, അല്ലെ ഭർത്താവ് ഭാര്യയെ തല്ലി, അപ്പം എന്താ വരുന്നത്, അസോൾട്ടാണ് വരുന്നത്. അസോൾട്ട് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നതാണ്, നിങ്ങൾ വേറെ തന്നെ മേലെ കൈവയ്ക്കല്ലെന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം ബേസിക്കലി ഇതെല്ലാം ഒന്നാണ്. നമ്മുടെ വീട്ടിലെ വേദപുസ്തകം അല്ലെങ്കിൽ നമ്മുടെ തുറക്കാത്ത പുസ്തകമാണ്, മനസ്സിലായത്. അതിനകത്തൊന്ന് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇതെല്ലാം പഠിക്കുന്നത് ഒരാൾക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പം ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് അത് പഠിക്കുക. താങ്ക് യു വെരി മച്ച്. ആസ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരൊറ്റ ചോദ്യം ഫ്രം ദ ഓഡിയൻസ്, അതിനുശേഷമുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവരോട് നേരിട്ട് ചോദിക്കാൻ ഇവരിവിടെ തന്നെ ഉണ്ടാവും. ഇനി 1 question, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1 question. Anyone from the audience? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് തന്നെ നിങ്ങളോട് ചോദിച്ചറിയണമെന്നുണ്ടോ, അവർ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. താങ്ക് യു വെരി മച്ച് to all of you for joining at Madhyamam Educate 2026. Thank you so much. ഇവർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി I now invite on stage the joint editor of Madhyamam, Mr. P.I. Naushad, onto the stage. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദ്യം മെമന്റോ ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നത് മിസ്റ്റർ ജോഷി ജോർജ്. Joshi George. Thank you very much, sir. അടുത്തതായി ക്ഷണിക്കുന്നു തമീന ഫാത്തിമ. നല്ല കൈയടി കൊടുക്കും എല്ലാവരും. തമീന ഫാത്തിമ. അഹമ്മദ് താഹ ഹുസൈൻ. Bobby Thomas. And Mr. Altaf Hussain. Thank you very much.
ഒരു ഗ്രൂപ്പ് ഫോട്ടോ with the panelist and PI Naushad sir. Thank you to all the participants at Experience Cafe.